Hello everyone, welcome to Delicious Recipes. പുട്ട് മട്ടൺ സ്റ്റൂ ചേർത്ത് കഴിച്ചിട്ടുണ്ടോ? കിഡിലൻ കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെയും നിങ്ങൾ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് പുട്ടും മട്ടൺ സ്റ്റൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ മട്ടൺ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തത്. എല്ലോട് കൂടിയിട്ടുള്ളതാണിത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1/4 കപ്പ് വെള്ളവുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന മട്ടൺ അനുസരിച്ച് ഇതിൻ്റെ വേവിലൊക്കെ വ്യത്യാസം വന്നേക്കാം. നന്നായിട്ട് പ്രഷർ പോയ ശേഷം മാത്രമേ ഇത് തുറക്കാവൂ. ഇനി നമുക്ക് ഈ മട്ടൺ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂവും 3 ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു സവാള സ്ലൈസ് ചെയ്തതാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെയൊക്കെ കളറൊന്ന് മാറി ബ്രൗൺ ഷെയ്ഡൊന്നും ആകുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ മട്ടൺ സ്റ്റൂ. ഇനി നിങ്ങൾക്കിത് വെള്ള സ്റ്റൂ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതിരുന്നാൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനു മുമ്പ് ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് മല്ലിപ്പൊടിയൊന്നും ചേർക്കാതെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. 1/2 കപ്പ് രണ്ടാം പാലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഈ തേങ്ങാപ്പാലിൽ വെജിറ്റബിളൊക്കെ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മട്ടൺ സ്റ്റൂവിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. നേരത്തെ ഞാൻ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെയും ബീഫ് സ്റ്റൂവിൻ്റെയും ഒക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. റെസിപ്പികളൊക്കെ ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ വെജിറ്റബിളും മട്ടനും എല്ലാം കുറച്ച് സമയം ഈ തേങ്ങാപ്പാലിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാലാണ് ചേർക്കാനുള്ളത്. 1 കപ്പ് 1/4 പാലാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ 1/4 പാൽ ചേർക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 1/4 പാൽ ചേർത്ത് കഴിഞ്ഞ ശേഷം ഇത് കൂടുതൽ തിളപ്പിക്കരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച ചെറിയ ഉള്ളിയും കറിവേപ്പിലയുമാണ് ഇപ്പോൾ ചേർത്തത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പുട്ട് തയ്യാറാക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അരിപ്പൊടിയിൽ ചേർത്ത് നനച്ചെടുത്താലും മതിയാകും.
കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് വേണം പുട്ടിന് നനച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിനു മുമ്പ് ഗോതമ്പ് പുട്ടിൻ്റെ ഒരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുട്ടിനുള്ള മാവ് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുട്ടിൻ്റെ ചില്ലിട്ട് കൊടുക്കാം. തേങ്ങയും അരിപ്പൊടി നനച്ചതും ഇടവിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇതിനു മുമ്പ് ഗോതമ്പ് പുട്ടിൻ്റെ ഒരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഈ തേങ്ങയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ പുട്ട് തയ്യാറാക്കുന്നത്. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 4 മിനിറ്റാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുത്തത്. ഇപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടും മട്ടൺ സ്റ്റൂവും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.